കഴിഞ്ഞ 10 വർഷത്തിനിടെ 6 പ്രധാനമന്ത്രിമാർ ഭരിച്ച ബ്രിട്ടനിൽ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് വിരാമമിടാൻ വേണ്ടി പുതിയൊരു പ്രധാനമന്ത്രി വരികയാണ്. ഇന്നാണ് പ്രധാനമന്ത്രി അധികാരത്തിലേറുന്നത്. അപ്പം ഈ ബ്രിട്ടനിൽ ആൻഡി ബേൺഹാം എന്ന ആളാണ് പുതിയ പ്രധാനമന്ത്രിയായി ഇന്ന് അധികാരത്തിൽ ഏൽക്കുകയാണ്. അപ്പം കഴിഞ്ഞ ഒരു ദശകമായിട്ട് ബ്രിട്ടനിൽ രാഷ്ട്രീയ അസ്ഥിരതയാണ്. ഓരോ പ്രധാനമന്ത്രിമാർ വരുന്നു, ചാർജ് എടുക്കുന്നു, ഒന്നുകിൽ രാജിവെക്കുന്നു, അതല്ലെങ്കിൽ ആ പാർട്ടിയെ മാറുന്നു, അങ്ങനെ വീണ്ടും പ്രധാനമന്ത്രി ഇല്ലാത്ത, എന്നുവെച്ചാൽ പ്രധാനമന്ത്രി വാഴില്ല ബ്രിട്ടനിൽ എന്നൊരു വിമർശനം വരെ സമൂഹത്തിൽ നിന്നും പബ്ലിക്കിൽ നിന്നും വരാൻ തുടങ്ങി. അപ്പം ഈ പ്രധാനമന്ത്രി എങ്ങനെയാണ് ആൻഡി ബേൺഹാം ഇനി ബ്രിട്ടനെ നയിക്കുന്നതെന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും ഒരു അടുത്തകാല ചരിത്രം നോക്കിയാൽ ഒരു 6 പ്രധാനമന്ത്രിമാർ ഒറ്റയടിക്ക് വന്നു പോയി ഒരു സ്ഥലം. അതിൽ ആദ്യത്തേത് ഈ അടുത്ത കാലത്തെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഡേവിഡ് കാമറൂൺ ആണ്. അത് ബ്രെക്സിറ്റ് ഹിതപരിശോധനയ്ക്ക് ശേഷം രാജിവെച്ച പ്രധാനമന്ത്രിയാണ്. ബ്രെക്സിറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഇത് എക്സിറ്റ് ചെയ്യുന്ന ബ്രിട്ടൻ പ്ലസ് എക്സിറ്റ്, അതാണ് ബ്രെക്സിറ്റ് എന്ന് പറയുന്നത്. അതേ ഒരു രീതിയിലൂടെ തന്നെയാണ് തെരേസ മേ ബ്രെക്സിറ്റ് പ്രതിസന്ധിയിലാണ് പദവി ഒഴിയേണ്ടി വന്നത്. പിന്നീട് 3ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ബോറിസ് ജോൺസൺ. അദ്ദേഹവും വിവാദങ്ങൾക്കൊടുവിൽ അവസാനം രാജിവെക്കേണ്ടി വന്ന ഒരു പ്രധാനമന്ത്രിയാണ്. പിന്നീട് ലിസ് ട്രസ് 49 ദിവസം മാത്രമേ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം ഇരുന്നുള്ളൂ. അത് കഴിയുമ്പോൾ അദ്ദേഹത്തിനും പദവി ഒഴിയേണ്ടി വന്നു. പിന്നീട് നമ്മുടെ ഋഷി സുനക് എന്ന് പറയുമ്പം നമ്മുടെ ഇൻഫോസിസ് ചെയർമാൻ നാരായണമൂർത്തിയുടെ സുധാമൂർത്തിയുടെയും സണ്ണിൻലോ ആയിട്ട് വരും ഋഷി സുനക്. മകളുടെ ഭർത്താവാണ് ഋഷി സുനക്. അദ്ദേഹം പൊതു തെരഞ്ഞെടുപ്പിലൂടെ തന്നെ പരാജയപ്പെട്ടു പോയി. അദ്ദേഹം കുറച്ച് നാൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 6ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു കീർ സ്റ്റാർമർ. പാർട്ടി നേതൃത്വത്തിന് പിന്നാലെ പിന്തുണ പദവി ഒഴിയേണ്ടി വന്നു. അങ്ങനെ 6 പ്രധാനമന്ത്രിമാരായിരുന്നു ഈ അടുത്ത കാലത്ത്, ഈ ഒരു ദശകത്തിനുള്ളിൽ, ഈ ഒരു 10 വർഷത്തിനുള്ളിൽ ഭരിച്ചിരുന്ന. അത് തന്നെ പെട്ടെന്ന് എല്ലാവരും സ്ഥാനം ഒഴിയേണ്ടി വന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ അടുത്ത പ്രധാനമന്ത്രിയായി ഇന്ന് തിങ്കളാഴ്ച അധികാരമേൽക്കുന്നതാണ് ആൻഡി ബേൺഹാം. ആൻഡി ബേൺഹാം മുമ്പ് ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ മേയറായിരുന്നു. അദ്ദേഹം അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ലേബർ പാർട്ടി നേതാവിൻ്റെ ഉന്നതനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ആരോഗ്യമന്ത്രിയായി ഉൾപ്പെടെയുള്ള പല പദവികളിലും അദ്ദേഹം തൻ്റെ കരിയർ ഉറപ്പിച്ചിരുന്നു. ലേബർ പാർട്ടി നേതൃത്വത്തിന് മുൻപ് പലതവണ മത്സരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ ആൻഡി ബേൺഹാം. ഇദ്ദേഹത്തിനെ കുറിച്ച് ജനങ്ങൾ അറിയാൻ തുടങ്ങിയത് ഈ മാഞ്ചസ്റ്ററിലെ മേയറായിരുന്നപ്പോഴും അതുപോലെ തന്നെ കോവിഡ് കാലത്ത് വടക്കൻ ഇംഗ്ലണ്ട്, നോർത്ത് ഇംഗ്ലണ്ടിൽ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി ശക്തിയായി വാദിച്ച ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് തന്നെയാണ്. കാരണം അദ്ദേഹം അവിടുത്തെ ആരോഗ്യ പരിചരണം, ഗതാഗതം, കോവിഡ് സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്ന ഒരു വിഭാഗം ജനങ്ങളായിരുന്നു ഈ വടക്കൻ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിനോട് പോരാടിയ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഈ ആൻഡി ബേൺഹാം. അപ്പം അതുകൊണ്ട് തന്നെ ആൻഡി ബേൺഹാമിനെ മാധ്യമങ്ങളും പിന്നെ അല്ലാതെ ബാക്കിയുള്ളവരും ഒക്കെ അദ്ദേഹത്തിന് ദി കിങ് ഓഫ് നോർത്ത് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിനെ വിളിച്ചിരുന്ന ആ പേരായിരുന്നു. അതൊരു പദവിയൊന്നുമല്ല. പക്ഷേ കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് ലണ്ടൻ കേന്ദ്രീകൃത നയങ്ങളെയൊക്കെ കുറിച്ച് വളരെ ശക്തമായി വിമർശിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്ത ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് ഒരു വിളിപ്പേരായിട്ട് കിട്ടിയതാണ് ദി കിങ് ഓഫ് നോർത്ത് എന്ന് പറഞ്ഞ പേര്. ഇനി ഈ കിങ് ഓഫ് നോർത്ത് എന്ന് പറയുമ്പം അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ജനപ്രിയമായ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറഞ്ഞൊരു പരമ്പരയിലൂടെയാണ് ഈ ഒരു പേര് വന്നത്. ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറഞ്ഞ പരമ്പര വടക്കൻ ഇംഗ്ലണ്ടിൽ അസാധാരണമായ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ, അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വിളിപ്പേരായിട്ടോ ആണ് ഈ കിങ് ഓഫ് നോർത്ത് എന്ന് പറയുന്നത്. ഇതൊരു പരമ്പരയിലൂടെ കിട്ടിയ, ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറഞ്ഞ ഒരു പരമ്പരയിലൂടെ വന്ന ഒരു പേരാണ്. അപ്പോൾ അങ്ങനെയാണ് മാധ്യമങ്ങൾ ഒരു തമാശയ്ക്കും ഒക്കെ വിളിക്കാൻ തുടങ്ങിയാണ്. പക്ഷേ അദ്ദേഹത്തിന് അതൊരു ആദരവായിട്ടാണ് ആൾക്കാർ വിളിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോഴത്തെ ഒരു ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായി ഇന്ന് ചുമതലയേൽക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം ഉള്ളത്, ബ്രിട്ടനിലെ പാർലമെൻറ്റ് സംവിധാനത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഭരണകക്ഷി നേതാവ് മാറിയാൽ പിന്നെ പൊതു തെരഞ്ഞെടുപ്പില്ല.
ആ പൊതു തെരഞ്ഞെടുപ്പില്ലാതെ വീണ്ടും അടുത്ത ഈ ലേബർ പാർട്ടി നേതാവായിട്ട് അടുത്ത പ്രധാനമന്ത്രി എടുക്കും. ഏത് പാർട്ടിയാണോ അതിൽ ഏറ്റവും മേൽക്കോയ്മയായിട്ടിരിക്കുന്നത് ആ പാർട്ടിയുടെ ഒരു നേതാവിനെ അടുത്ത പ്രധാനമന്ത്രിയാക്കും. അങ്ങനെയാണ് അവിടുത്തെ ഒരു റൂൾ വരുന്നത്. അങ്ങനെ തന്നെയാണ് പൊതു തെരഞ്ഞെടുപ്പില്ലാതെ തന്നെയാണ് ഈ പ്രധാനമന്ത്രി അധികാരത്തിൽ ഏറുന്നതും. പക്ഷെ അദ്ദേഹത്തിന് മുൻപിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ട്. കാരണം ബ്രിട്ടൻ, ഇംഗ്ലണ്ടിലും ഒക്കെ ഉയർന്ന ജീവിത ചെലവുണ്ട്. അപ്പോൾ അതിനെയൊന്ന് കുറയ്ക്കണം. അതെങ്ങനെ കുറയ്ക്കുമെന്നറിയില്ല. അതേപോലെ തന്നെ സാമ്പത്തിക വളർച്ച വളരെ മന്ദഗതിയിലാണ് വരുന്നത്. കാര്യം ഈ 6 പ്രധാനമന്ത്രിമാർ അധികാരത്തിൽ ഇരുന്നപ്പോഴും ആ രാജ്യത്തിന് പ്രത്യേകിച്ചൊരു നേട്ടവും ഉണ്ടായിട്ടില്ല. എല്ലാവരും വന്നു പോയി ഇരിക്കുന്നതുകൊണ്ട് തന്നെ പല പല പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വന്നതുകൊണ്ട് തന്നെ അവർക്ക് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനോ രാജ്യത്തിൻ്റെ പുരോഗതിക്കോ വേണ്ട കാര്യങ്ങളൊന്നും ഇവരാരും ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്നേന്ന് മുതൽ തന്നെ ഈ ബ്രിട്ടനെ പൊക്കിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അത് ഈ ബേൺഹാമിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഏറ്റവും മെയിൻ കാര്യം തന്നെയാണ്. അടുത്തത് ആരോഗ്യ സേവനം, പൊതുജന ആരോഗ്യ സേവനത്തിനായിട്ടുള്ള ഒരു പ്രതിസന്ധി. ആരോഗ്യ രംഗത്ത് വളരെ വലിയൊരു വെല്ലുവിളികൾ അവിടെ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിന് എതിരായി അല്ലെങ്കിൽ ആ വെല്ലുവിളിയെ മറികടന്ന് എല്ലാ ജനങ്ങൾക്കും ആരോഗ്യം എന്നുള്ള ഒരു കാര്യം ചെയ്യേണ്ടി വരേണ്ടതായിട്ട് ഉണ്ട് ബേൺഹാമിന്. പിന്നെ കുടിയേറ്റ പ്രശ്നങ്ങൾ, ലോകത്തിൻ്റെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഈ ബ്രിട്ടനിലേക്കും ഇംഗ്ലണ്ടിലേക്കുമൊക്കെ കുടിയേറ്റം, മാഞ്ചസ്റ്ററിലേക്കൊക്കെ ഒരുപാട് പേര് കുടിയേറുന്നുണ്ട്. അപ്പം ആ കുടിയേറ്റ പ്രശ്നങ്ങൾ, അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും അല്ലെങ്കിൽ അവർക്ക് എത്ര പേര് വരുന്നു, എത്ര പേർക്ക് ജോലി കിട്ടുന്നു, ജോലിയില്ല. പലരും നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടല്ലോ, പലരും തിരിച്ച് ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേര് UK-ലും ഒക്കെ പഠിക്കാനും ഒക്കെ പോകണുണ്ടല്ലോ. പക്ഷെ അവരൊക്കെ തന്നെ തിരിച്ച് വരുന്നതായിട്ടാണ് വെച്ചാൽ അവർക്കൊന്നും ജോലി കിട്ടുന്നില്ല. അപ്പം തൊഴിൽ ഇല്ലായ്മ അവിടെയും ഇപ്പോഴും രൂക്ഷമായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ബേൺഹാം പറയുന്നത്. പിന്നെ അമേരിക്ക, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും ഒക്കെ ഈ ബ്രിട്ടനെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. UK ഒക്കെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അവരും നിൽക്കുന്നത് തന്നെ. അപ്പോൾ അതും ഇതിനൊരു വലിയ വെല്ലുവിളി തന്നെയാവും. പിന്നെ ഈ അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, നാറ്റോ എന്നിവയുമായുള്ള ബന്ധം, അതും ഇദ്ദേഹം നേരിടേണ്ടി വരുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പം ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ലേബർ പാർട്ടിയിൽ ഐക്യം നിലനിർത്തുമെന്ന് ചോദിച്ചാൽ അതും അവിടെ ഒരു പ്രതിസന്ധിയാണ്. ലേബർ പാർട്ടിയുടെ നേതാവ് തന്നെയാണ്, പക്ഷേ അതിൽ ഐക്യമില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതും അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന ഒരു വെല്ലുവിളിയാണ്. ജനവിശ്വാസം വീണ്ടെടുക്കണം, അതുപോലെ തന്നെ ഈ കാലാവധി പൂർത്തിയാക്കുമോ, അങ്ങനെ 100 സംശയങ്ങളാണ് ജനങ്ങൾക്ക് ഉള്ളത്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് വളരെ കാര്യം കുറേ നാൾ തന്നെ ഈ ഇംഗ്ലണ്ടിലെ ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചതും മേയറായിട്ടിരുന്നതും ആരോഗ്യമന്ത്രിയായിട്ടിരുന്നതും ഒക്കെ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിലനിന്ന് പോവും എന്നാണ് ജനങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അധികം ആരും അറിയാത്ത, എന്ന് വെച്ചാൽ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അദ്ദേഹം പബ്ലിക്കിനോട് വെളിപ്പെടുത്തിയിട്ടില്ല. സ്വകാര്യത കാത്തു സൂക്ഷിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി എന്നാണ് പറയുന്നത്, ഫ്രാൻസ് വാൻ ഹീൽ എന്നാണ്. അടുത്തത് നെതർലാൻഡ് വംശജയാണ്, വൈഫും 3 മക്കളാണ് ഉള്ളത്. അപ്പം എന്താണെങ്കിലും ഇന്ന് തിങ്കളാഴ്ച ബ്രിട്ടനിൽ അധികാരത്തിലേറുന്ന 7ാമത്തെ പ്രധാനമന്ത്രിയാണ് ബേൺഹാം. എന്താണേലും ഈ ഒരു പ്രധാനമന്ത്രി അവിടെ തുടർന്ന് കുറച്ച് നാളെങ്കിലും ഭരിക്കുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.